ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വി രാജേഷ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. അദ്ദേഹം ഇതാ മറ്റ് കൗൺസിലർ അംഗങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. ആ ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വി അരുൺ ആണ് ചേരുന്നത്. അരുൺ, ഇതാ വി രാജേഷ് ഇതാ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം എത്ര വോട്ടുകൾക്കാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നതിൽ വ്യക്തത വന്നിട്ടുണ്ടോ? എന്താണ് മറ്റു വിവരങ്ങൾ? അരുൺ, എത്ര വോട്ടുകളാണ് വി രാജേഷിന് ലഭിച്ചത് എന്നതിൽ വ്യക്തത വന്നിട്ടുണ്ടോ? അവിടെ 51 വോട്ടുകളാണ് വി രാജേഷ് ലഭിച്ചത്. 50 BJP കൗൺസിലർമാരും ഒരു സ്വതന്ത്രം ഉൾപ്പെടെ 51 വോട്ട് വി രാജേഷിന് ലഭിച്ചിട്ടുണ്ട്. 19 വോട്ടുകൾ ലഭിക്കേണ്ടിരുന്ന UDF-ന്റെ പക്ഷേ 2 വോട്ടുകൾ അസാധുവായി ഏറ്റവും പ്രധാനപ്പെട്ടവരും കൂടി പങ്കുവയ്ക്കാറുണ്ട്. UDF-ന്റെ 2 വോട്ടുകൾ, ശബരിനാഥിന് 19 വോട്ടുകൾ മാത്രമാണ് ലഭിക്കും, 17 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. 2 വോട്ടുകൾ അസാധുവായി. ഇടതുമുന്നണിക്ക് 29 വോട്ടുകൾ ലഭിച്ചു. അവരുടെ കൃത്യമായ സംഖ്യ തന്നെ അവർക്ക് ലഭിക്കുകയും ഇപ്പോൾ വി രാജേഷ് ഈ എല്ലാ സ്പോർട്സ്മാരെയും നേരിട്ടുണ്ട്. അവരോട് സൗഹൃദം പങ്കുവയ്ക്കുന്ന നേതാക്കൾ, BJP-യുടെ പ്രധാന നേതാക്കൾ കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ വി രാജേഷിനെ അഭിനന്ദിക്കുകയാണ്. നേതാക്കളുടെ അടുത്തെത്തി വി രാജേഷ് സന്തോഷം പങ്കിടുന്നു. പ്രവർത്തകരുടെ വലിയൊരു ബാഹുല്യം ഇതിനകത്തുണ്ട്, വലിയ തിരക്കുണ്ട്. കൗൺസിൽ ഹാളിൽ BJP പ്രവർത്തകർ ഏതാണ്ട് കൈയടക്കിയ അവസ്ഥയിലുണ്ട്. അത്രയധികം ആവേശമാണ് അവർക്ക്, അത്രയധികം ആഘോഷമാണ് അവർക്ക്. കാത്തിരുന്ന് കിട്ടിയ അവസരമാണ് BJP-യുടെ മേയർ സ്ഥാനാർത്ഥിയായി വി രാജേഷ് അല്പസമയത്തിനകം ചുമതലയേൽക്കും. ചരിത്ര നിമിഷത്തിലേക്ക് BJP-യും തലസ്ഥാന നഗരസഭയുടെ രാഷ്ട്രീയവും കടക്കുകയാണ്. പതിറ്റാണ്ടുകൾ ഇടതുമുന്നണി ഭരിച്ച, പതിറ്റാണ്ടുകൾ UDF-ഉം ഇടതുമുന്നണി മാറി മാറി ഭരിച്ച തിരുവനന്തപുരം നഗരസഭ ഭരണം BJP-യിലേക്ക് എത്തുകയാണ്. BJP-യുടെ മേയർ സ്ഥാനാർത്ഥിയായി വി രാജേഷ് അല്പസമയത്തിനകം ചുമതല ഏറ്റെടുക്കും. ആ നിർണായക നിമിഷങ്ങളിൽ കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ഇവിടെയുണ്ട്. നേതാക്കളെ പ്രവർത്തകർ രാജീവ് ചന്ദ്രശേഖരുണ്ട്, BJP-യുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടെയുണ്ട്. സുരേഷ് ഗോപിയുണ്ട്, BJP-യുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടെയുണ്ട്. ഈ കൗൺസിൽ ഹാളിൽ അല്പസമയത്തിനകം BJP-യുടെ മേയർ സ്ഥാനാർത്ഥിയായി മേയറായി രാജേഷ് ചുമതലയേൽക്കും. ഇപ്പോൾ മുതിർന്ന നേതാക്കൾ കുമ്മനം രാജശേഖരനും രാജീവ് ചന്ദ്രശേഖരും CK പത്മനാഭനും കെ സുരേന്ദ്രനും അടക്കമുള്ള BJP-യുടെ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുൻ അധ്യക്ഷന്മാരായ CK പത്മനാഭൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെയുണ്ട്. കുമ്മനം രാജശേഖരുണ്ട്, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വലിയ ആഹ്ലാദം നിറഞ്ഞ അന്തരീക്ഷം, വലിയ ആഘോഷം നിറഞ്ഞ അന്തരീക്ഷം BJP പ്രവർത്തന അക്ഷരാർത്ഥത്തിൽ ആഘോഷമാക്കുകയാണ്. കൗൺസിൽ ഹാളിൽ മുദ്രാവാക്യങ്ങൾ വിളികളുമായി വലിയ ആവേശത്തിൽ തന്നെയാണ് BJPക്ക് ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു മേയർ ഉണ്ടാകുന്നു. കേരളത്തിൽ തന്നെ ആദ്യമായാണ് ഒരു കോർപ്പറേഷൻ ഭരണം BJPക്ക് ലഭിക്കുന്നത്.